ഇന്നത്തെ പല ഗജവീരന്മാരും കേട്ടാൽ അതിശയിച്ചു പോകുന്ന തരത്തിലുള്ള ധാരാളം സാഹസിക യാത്രകൾ ഗോപാലൻ നടത്തിയിട്ടുണ്ട്. അന്ന് ഇത്രയും ഗതാഗത സൗകര്യങ്ങളൊന്നുമില്ലാത്ത കാലം. ആനകളുടെയും എണ്ണം കുറവ്. തലയെടുപ്പും ശാന്തതയുമെല്ലാം പുകൾപെറ്റതായതിനാൽ എല്ലാ ഉത്സവത്തിനും ഗോപാലനെ ക്ഷണിക്കും. പോകാനും വയ്യ, പോകാതിരിക്കാനും വയ്യ. ആന ചെല്ലാതെ ഉത്സവം എങ്ങനെ കേമമാകും? പിന്നെ മറ്റൊന്നും ഓർക്കില്ല. കഷ്ടപ്പാടുകളെല്ലാം ഈശ്വര സന്നിധിയിലെത്തുമ്പോൾ മറക്കാം, അല്ലെങ്കിൽ ഒഴിഞ്ഞു പോകുമെന്ന വിശ്വാസം. അങ്ങനെ യാത്ര തുടങ്ങുകയായി. അതിലൊരിക്കലും മറക്കാൻ കഴിയാത്ത യാത്രകളാണ് തട്ടേക്കാടേക്ക് നടത്തിയിട്ടുള്ള ചങ്ങാടത്തിലൂടെയുള്ള യാത്രകൾ. അന്ന് തട്ടേക്കാട് പാലം നിർമ്മിച്ചിട്ടില്ല. യാത്രകൾ ചങ്ങാടത്തിലാണ്. പുഴയ്ക്കപ്പുറമാണ് പ്രസിദ്ധമായ മഹാദേവ ക്ഷേത്രം. വലിയ ഉത്സവമാണ് അവിടെ. ആന നിർബന്ധമായും വേണം. എങ്ങനെയെന്ന് കമ്മിറ്റിക്കാർ തല പുകച്ചിരിക്കുമ്പോഴാണ് ഗോപാലനെക്കുറിച്ച് കേൾക്കുന്നത്. എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ന് കമ്മിറ്റിക്കാർ തീരുമാനിച്ചു. അങ്ങനെയാണ് കുഞ്ഞുവാവയെ സമീപിക്കുന്നത്. 2 വലിയ വള്ളം ചങ്ങാടത്തിന് സമാനമായിട്ട് ഒരുക്കിയാൽ അതിൽ ഗോപാലൻ കയറുമോ? അവർ ചോദിച്ചു. കയറും. കുഞ്ഞുവാവ കമ്മിറ്റിക്കാർക്ക് ഉറപ്പ് കൊടുത്തു. അവർക്ക് സന്തോഷമായെങ്കിലും ആശങ്കയുണ്ടായിരുന്നു. ഇവൻ ചങ്ങാടത്തിൽ കയറുമോ? ഭയന്ന് പിന്മാറിയാൽ ആനയില്ലാതെ ഉത്സവം നടത്തേണ്ടി വരും. അതൊരു നിറംകെട്ട ഉത്സവമായി തീരും. അവരുടെ ആശങ്കകൾക്കൊന്നും വലിയ ആയുസ്സുണ്ടായിരുന്നില്ല. ഇന്നായിരുന്നെങ്കിൽ ചാനലുകാർ അതൊരു വലിയ ഉത്സവമായി ആഘോഷിക്കുമായിരുന്നു. ലൈവ് ഷോയും നടക്കുമായിരുന്നു. ഗോപാലൻ വളരെ സ്വാഭാവികതയോടെ അനുസരണയോടെ വള്ളത്തിൽ കയറി. ഇല്ല, കുഴപ്പങ്ങളൊന്നും സംഭവിച്ചില്ല. വള്ളം മറുകരയെത്തി. വലിയ ഒരാൾക്കൂട്ടം ഭക്തിയോടെ, അതിനേക്കാൾ അത്ഭുതത്തോടെ അവിടെ കാത്തു നിന്നിരുന്നു ഗോപാലനെ എതിരേൽക്കുവാൻ. അത് വലിയൊരു വാർത്തയായി മാറി. നദി കടന്നെത്തിയ ഗോപാലന് ഭക്തി നിർഭരമായ സ്വീകരണം. എന്തും നൽകി സന്തോഷിപ്പിക്കുവാൻ തിക്കിത്തിരക്കിയ നാട്ടുകാരും ക്ഷേത്ര കമ്മിറ്റിക്കാരും. ആ യാത്ര ഒരു തുടക്കമായിരുന്നു. പിന്നെ അതൊരു സ്ഥിരം യാത്രയായി. മഹാദേവ ക്ഷേത്രത്തിൽ മാത്രമല്ല, അടുത്തുള്ള ഉരുളൻ തണ്ണിയിലെ ദേവീക്ഷേത്രത്തിലേക്കും ഗോപാലൻ തോണി കയറി. ഓരോ തോണിയാത്രയും കാണുവാൻ ആരാധകർ തടിച്ചുകൂടി. സ്നേഹവും പരിലാളനയുമേറ്റ് അങ്ങനെ നിരവധി വർഷങ്ങൾ. അത് തട്ടേക്കാട് പാലം വരുന്നതുവരെ തുടർന്നു. പാലം വന്നിട്ടും തോണി കടന്നു വന്ന ഗോപാലനെ ക്ഷേത്രക്കമ്മിറ്റിക്കാരും നാട്ടുകാരും മറന്നില്ല. ഇപ്പോഴും ഗോപാലൻ തട്ടേക്കാട് അമ്പലത്തിലും ഉരുളൻ ദേവി ക്ഷേത്രത്തിലുമെല്ലാം ചെല്ലുന്നു. പഴയ അതേ ഗോപാലനായി, അതേ ഭക്തിയോടെ, ആത്മസമർപ്പണത്തോടെ. തോട്ടത്തിൽ കുളം ഗോപാലൻ്റെ പേരിൽ ചില മീറ്റ് റെക്കോർഡുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ആനപ്രേമികൾക്ക് അതൊരു വാർത്തയാവില്ല. എന്നാൽ ഇവനാര് മീറ്റ് റെക്കോർഡ് ഉണ്ടാക്കാൻ? അസഫ പവലോ, അതോ നമ്മുടെ പുതിയ ഏഷ്യൻ ഗെയിംസ് താരം ജോസഫോ എന്ന് സാധാരണക്കാർ അതിശയം കൂറും. വേണ്ട, അത്തരം അതിശയപ്പെടലൊന്നും വേണ്ട എന്നായിരിക്കും ഗോപാലൻ്റെ മറുപടി. ആനയോട്ടം ഇപ്പോൾ സർക്കാർ നിയമം മൂലം നിരോധിച്ചിരിക്കുകയാണ്. അതായത് ഈ മീറ്റ് റെക്കോർഡ് പിറക്കുന്നത് ഏകദേശം 15 വർഷങ്ങൾക്ക് മുൻപേയാണ്. ഗോപാലൻ അന്ന് 20കളുടെ കുതിപ്പിലാണ്. നാട്ടിലെ ആനപ്രേമികൾ ചേർന്നൊരു ഓട്ടമത്സരം സംഘടിപ്പിച്ചു. മത്സരം അറിഞ്ഞ് വടക്കും തെക്കും ദേശങ്ങളിൽ നിന്ന് പല പ്രതാപശാലികളും എത്തി. പുറത്തുനിന്ന് വന്ന വരുത്തന്മാർ ട്രോഫിയും പതക്കവുമെല്ലാം കൊണ്ടുപോകുന്നത് ഗോപാലന് സഹിക്കാവുന്നതിനും ചിന്തിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. നമ്മുടെ ടിൻഡു ലൂക്കയ്ക്ക് പരിശീലനം നൽകുവാൻ സാക്ഷാൽ PT ഉഷയുണ്ട്. എന്നാൽ പാവം ഗോപാലന് പരിശീലകരാരും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും മത്സരത്തിന് 4-5 നാൾ മുന്നേ ചില്ലറ പരിശീലനങ്ങളൊക്കെ നടത്തി. തോടും നാടുമെല്ലാം നടന്നു കയറിയ അനുഭവക്കരുത്ത് തന്നെയായിരുന്നു വലിയ പരിശീലനം. ആ ആത്മവിശ്വാസത്തോടെ ട്രാക്കിലിറങ്ങി നിന്നു. ഇവനാരടാ എന്ന് ചോദിച്ച് പുറ്റഭാവത്തിൽ നിന്ന കൊലകൊമ്പന്മാർക്ക് മുന്നിൽ അടിപതറാതെ ഗോപാലൻ നിന്നു. പിന്നെ വിസിൽ മുഴങ്ങിയതും ഒരൊറ്റ പാച്ചിൽ. ഇടം വലമൊന്നും നോക്കിയില്ല, ലക്ഷ്യം മാത്രം മുന്നിൽ. ആർപ്പുവിളികളും പ്രോത്സാഹനങ്ങളും കരുത്തായി കൂട്ടിനെത്തി. വിജയം അതിൻ്റെ പിന്നാലെ. അതൊരു റെക്കോർഡ് വിജയമായിരുന്നെന്ന് പിന്നീടാണ് അറിയുന്നത് ഗോപാലൻ. ഇന്ന് ആനയോട്ടമൊന്നുമില്ല.
നിയമം അതിന് അനുവദിക്കുന്നില്ല. ഓടിയെത്തിയ റെക്കോർഡ് അങ്ങനെ ഭദ്രം, തകർക്കപ്പെടാതെ അത് ചൈനയിലെ വൻ മതിലായി നിൽക്കും എന്നും.